ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെട്ടി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്താണ് എല്ലാം അളന്നെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 2 ഗ്ലാസോളം മൈദ ഈ ഗ്ലാസ് തന്നെ അളന്നെടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ തന്നെ നമ്മളൊരു 1/4 ഗ്ലാസോളം റവയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 സ്പൂണോളം സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ വേണം. പിന്നെ ഒരു 1/4 സ്പൂണോളം ഉപ്പ്, 1/4 സ്പൂണോളൊന്നും വേണ്ട, ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി. പിന്നെ ആ സ്പൂണിൽ തന്നെ ഒരു ഡ്രോപ്പ് നമ്മുടെ പൈനാപ്പിൾ എസൻസ് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. നല്ലോണം പൊടിച്ചെടുക്കണം. നമ്മൾ ആ പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവയെല്ലാം കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം കൂടി നന്നായി മിക്സ് ആവണം. എന്നിട്ട് നമ്മുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക കൊടുക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലിട്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നല്ലോണം അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ മുട്ട ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മുട്ട മാത്രമായിട്ട് ചേർക്കുള്ളൂ, ഇതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യില്ല. പിന്നെ അതിലേക്ക് നമ്മളൊരു സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ പശുവിൻ്റെ നെയ്യല്ലേ, അത് നമ്മളൊരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം നന്നായിട്ട് കൂട്ടി മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മുടെ ഈ ചപ്പാത്തിയുടെ മാവൊക്കെ നമ്മൾ കുഴച്ചെടുക്കില്ലേ, അതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കൈമ ഒട്ടി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇപ്പോൾ അതേ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ. ഒരു 2 മണിക്കൂർ നന്നായി റെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് ഈ മാവ് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായി ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ഈ വിധത്തിൽ ഇങ്ങനെ കൈ കൊണ്ട് പരത്തി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും നമ്മുടെ ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മാവിനൊന്ന് നന്നായി ഷേപ്പ് ആയിട്ടെടുത്തിട്ട് നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഇതിനെ പീസുകളായിട്ട് മാറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 പീസോളം ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് നമ്മുടെ ആ കത്തി കൊണ്ട് തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയാം. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇങ്ങനെ നന്നായി പൊട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഞാനെല്ലാം തന്നെ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് കേട്ടോ, ഈ ഷേപ്പിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നു. അപ്പം ഞാൻ അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഓയിൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഓരോ പീസ് കേക്കും നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും കണ്ടില്ലേ, കേക്കൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നല്ലോണം വീർത്തു കേട്ടോ കേക്കെല്ലാം. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡായപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിട്ട് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, നമ്മുടെ ഉള്ളി വേവത്തുമില്ല. ബാക്കിയുള്ളതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്കെല്ലാം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.